ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുബൂസിനെ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സാൻഡ്വിച്ച് ആണ്. അടിപൊളി ടേസ്റ്റ് ആണ്, എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനും പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായി ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ചിക്കനാണിത്. 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനെല്ലാം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ചിക്കനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അധികം ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ചിക്കനെല്ലാം നമുക്ക് ഇതേപോലെ ഇട്ടിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. മോളെ നമ്മുടെ ചിക്കൻ ഇതാ നല്ലോണം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള സാലഡ് തയ്യാറാക്കണം. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അങ്ങനെ സാലഡ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ പീസുകളായ കുക്കുംബർ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാരറ്റിന്റെ പകുതി ഗ്രേറ്റ് ചെയ്തത്. ക്യാരറ്റ് അധികം ആവണ്ട, പകുതി മതി. അതിന്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസുള്ള ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, ഒരു ഉള്ളി ഇതേപോലെ ചെറുതായി അരിഞ്ഞത്. ഒരു മീഡിയം സൈസുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ ലറ്റ്യൂസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മൾ അറബിക് ഷവർമയിലൊക്കെ കിട്ടുന്ന ഒരിതാണ്. അത് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തതാണിത്. അതിടുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 ടേബിൾ സ്പൂണോളം മയോണൈസ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇടയിൽ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷമാണ് നിങ്ങൾ ലെറ്റസ് അരിഞ്ഞത് ചേർക്കേണ്ടത്. കാരണം മയോണൈസ് ഇട്ട സമയത്ത് ലെറ്റസ് ഇട്ട് കൂടുതൽ അങ്ങ് അടിഞ്ഞ പോലെയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റായിട്ട് ഇത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ സാലഡ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ഞാൻ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് കുബൂസിന്റെ ഒരു ടൈപ്പുള്ള ഒരു ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിന്റെ വലുപ്പത്തിലുള്ളതും കിട്ടും, ഇതേപോലെ ചെറിയ സൈസ് ഉള്ളതും കിട്ടും. ഞാനിത് ചെറിയ സൈസ് ഉള്ളതാണ് എടുക്കുന്നത്. ഈ ഒരു ടൈപ്പ് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് നിറക്കുകയാണ് ചെയ്യുന്നത്. ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഈ അറ്റം തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ ഇത് നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടും. ഇതാ ഓക്കെ. എല്ലാം ഞാൻ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫില്ലിങ് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അമ്മൂസ് എടുത്തിട്ടുണ്ട്. ഞാനിത് ഓൾറെഡി നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് നോക്കി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഹമ്മൂസ് എന്ത് ചെയ്യാം, ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്തും അതേപോലെ തന്നെ ഈ ഒരു സൈഡും തന്നെ നല്ലോണം തന്നെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സാലഡ് ഉണ്ടല്ലോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്, അത് നമുക്ക് നന്നായിട്ട് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ നമ്മുടെ ചിക്കനും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി കുബൂസ് ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.